ഈ കഴിഞ്ഞ ഏപ്രിൽ 1-ന് മനോരമയിൽ, ഏപ്രിൽ 1-ല്ല, ഏപ്രിൽ 2-ല് മനോരമയിൽ ഒരു ന്യൂസ് ഞാൻ വായിച്ചായിരുന്നു. അതായത് 1-ാം തീയതി ഏപ്രിൽ 1 വിഡ്ഢി ദിനമാണ്. അന്ന് KSRTC ഒരു ലോ ഫ്ലോർ ബസ് തീ പിടിച്ചു. അപ്പം അത് അവര് ഡ്രൈവർ പെട്ടെന്ന് കണക്ഷൻസ് ഒക്കെ ഊരി ചാടി ഇറങ്ങി ആൾക്കാരും എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷെ ആ ബസ് മുഴുവനും കത്തിപ്പോയി. ഇതുവരെ അവരുടെ ഈ അധികാരികളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴേ, അതോറിറ്റീസിനെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരാദ്യമേ വിശ്വസിച്ചില്ല. കാര്യം ഫൂൾസ് ഡേ ആണ്. അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടപ്പോഴും ആരും വിശ്വസിച്ചില്ല, ഫൂൾസ് ഡേ ആണ്. പക്ഷെ അത് അനുഭവിച്ചുകൊണ്ടിരുന്നവര് അവര് ചാടി ഇറങ്ങി, അവര് രക്ഷപ്പെട്ടു. അവരവിടെ ഇത് തീയാണല്ലോ, ഇതൊക്കെ നമ്മളെ ഫൂൾസ് ഡേ ആണല്ലോ, നമ്മളെ ഫൂളാക്കാനെന്നുള്ളതൊന്നും അവർ ചിന്തിച്ചില്ല. അവർക്കത് റിയൽ ആയിരുന്നു. അവർ ചാടി ഇറങ്ങി. എനിക്ക് തോന്നിയിട്ടുള്ള ഫൂൾസ് ഡേ മാത്രമാണ് ആൾക്കാർ അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള അത്രയും സമയം നമ്മളെ ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ചീറ്റ് ചെയ്യുന്നത്, ഫൂൾ ചെയ്യുന്നത് പറഞ്ഞാൽ മീഡിയയും അഡ്വർടൈസ്മെന്റ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ കബളിപ്പിക്കുന്നുണ്ട്. നമ്മളതിൽ വീണ് പോകുന്നുമുണ്ട്. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അതില് ഉള്ളതാണ് സ്വർഗവും നരകവും ഒക്കെ അതിലുള്ളതാണ്. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കർത്താവ് ആ ധനവാന്റെ ലാസറിനെ കഥ പറഞ്ഞത് ഓർത്താൽ മതി. ആ ലോകത്തിലുള്ളവർ ചിലപ്പോൾ ഇപ്പോഴും കർത്താവ് ആ കഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ധനവാന്റെ ഓർമ്മ ദിവസവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതിന് അവര് വളരെ ലാവിഷായിട്ട് ആ ഫ്യൂണറൽ നടത്തിയതിന് എല്ലാം നടത്തി. ആ പിച്ചക്കാരൻ അതേസമയം ഒരു പട്ടി മരിക്കുന്ന പോലെ, പട്ടി ചാവുന്ന പോലെ ചത്തു. പക്ഷെ അവിടെ കർത്താവ് പറഞ്ഞിങ്ങനെ ദൂതന്മാർ അയാളെ എടുത്തോണ്ട് പോയെന്നാ പറയുന്നത്. ഇപ്പം സ്വർഗവും നരകവും ഉണ്ട്. പുള്ളിയെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി പർദീസിലേക്ക് കൊണ്ടുപോയി മറ്റേ ആളെ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്. അവിടുന്ന് പിന്നെ എക്സിറ്റ് ഇല്ല. അപ്പൊ ഇതുള്ളതാണ്. ഇപ്പൊ വിശ്വസിക്കുന്നവര് അത് വിശ്വസിക്കുന്നുണ്ട്. ഈ സുവിശേഷം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഫൂളിഷ്നെസ് ആണ് എഴുതിയത്. അതായത് they are just being fools. അവരത് ബിലീവ് ചെയ്യുന്നില്ലെങ്കിൽ it is foolishness for them. അവര് they are deceived, കബളിപ്പിക്കപ്പെടും. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റോമർ 1-ൽ പറയുന്നുണ്ട്, കർത്താവിനെ അറിയാനാണെങ്കിൽ അറിയാം. എല്ലാ കർത്താവിന്റെ മഹത്വം എന്ന് പറയുന്നത് ലോകം മുഴുവനും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അതല്ല അറിയാം. അവരത് പക്ഷെ അറിഞ്ഞിട്ടും കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടില്ല, നന്ദിയുള്ളവരായി തീർന്നിട്ടില്ല. അങ്ങനെയാണ് അവർ they became fools എന്ന് എഴുതുന്നത്. പിന്നെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് അവിടെ എഴുതിയേക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ പലപ്പോഴും മ്ലേച്ഛമെല്ലാം നമ്മൾ വിചാരിക്കുന്ന മാതാപിതാക്കളോടുള്ള അനുസരണക്കേടൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാം തന്നെ നാശത്തിലേക്കുള്ള പാതകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബസ്സിലിരുന്നവർക്കറിയാം ആ തീയുണ്ട്, അവിടുന്ന് അവർ ചാടി ഇറങ്ങിയാൽ അവർ രക്ഷപ്പെടുത്തുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ സുവിശേഷം അറിയുന്നവർ അവർക്കറിയാം ന്യായവിധി ഉണ്ട്. പക്ഷെ അവര് അത് മാത്രമല്ല, കർത്താവ് വന്നത് അവരെ ആ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമല്ല, കാരണം നശിച്ചു പോകാതിരിക്കാൻ മാത്രമല്ല, അവർക്ക് നിത്യ ജീവൻ നൽകാനാണ്, എന്നേക്കുമായിട്ടുള്ള സമൃദ്ധമായ ജീവൻ നൽകാനും കൊണ്ടാണ് കർത്താവാണ്. ഇതും വിശ്വാസികൾക്ക് അറിയും. ഓക്കെ. പക്ഷെ ഇത് അറിയാത്തവർക്ക് അവരതിന് they are blinded to that. അതിനാണ് fool says in his heart there is no God എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിലൊക്കെ പറയുന്ന ഒരു മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വിശ്വാസികൾ പോലും ചില സമയത്ത് അവർക്ക് ഈ ഫൂളിഷ്നെസ് ഉണ്ടാകുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു foolishness comes from the heart and it defiles a man എന്ന് പറയുന്നുണ്ട്. ഈ ബോഷ്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് അവനെ മലിനമാക്കുന്നു എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വായിക്കകത്തോട്ട് പോകുന്ന ഭക്ഷണ സാധനങ്ങളല്ല നമ്മളെ മലിനമാക്കുന്നത്, വായിയുടെ പുറത്തോട്ട് വരുന്ന കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞേക്കുന്ന ഫൂളിഷ്നെസ് ആണ്. അപ്പോൾ അത്
വിശ്വാസികൾക്കും സംഭവിക്കും. ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞുതരാം. പിന്നെ കർത്താവ് ധനവാന്മാരുടെ കാര്യം പറയുന്നത്, അതായത് ധനവാന്മാര് ഈ സമ്പത്തിൽ ആശ്രയിക്കുന്നവരുടെ കാര്യം പറയുന്നത്. സമ്പത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തെ അവർ മാറ്റി, അവരുടെ സമ്പത്താണ് പിന്നെ അവരുടെ ദൈവം. ഇത് നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും എല്ലാ ഏരിയയിലും സംഭവിക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട്. മോനെ പഠിക്കണം, ജോലി ചെയ്യണം, കാശുണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്നുള്ള രീതിയിൽ ആക്കുന്നുണ്ട്. ഇത് ശരിക്കും സമ്പത്തിൽ ആശ്രയിക്കാൻ അവരെ ശീലിപ്പിക്കുക. ഇതുപോലെ തന്നെ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. നീ സ്വന്തം കാലിൽ നിൽക്കണം, നീ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്, ആരെങ്കിലും പുറത്താക്കിയാലും നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണം. ഇങ്ങനെയൊക്കെ വളരെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അൺഗോഡ്ലി ആയിട്ടുള്ള ടീച്ചിങ്സ് ആണ്. ഇങ്ങനൊന്നും അല്ല. പ്രത്യേകിച്ച് അമ്മമാരെ ഒരു മോഡലായിരിക്കണം. ഒരു ഗോഡ്ലി വിമൻ ആയിട്ട് ഒരു ഫാമിലിയിൽ ഒരു അമ്മ എന്ന് പറയുന്നത് ഒരു ഗോഡ്ലി വിമൻ ആയിരിക്കും, ഗോഡ്ലി ഹസ്ബൻഡ് ആയിരിക്കും, ഗോഡ്ലി വൈഫ്, ഗോഡ്ലി ഹസ്ബൻഡ്, ഗോഡ്ലി ആയിട്ടുള്ള കുഞ്ഞുങ്ങള്. മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ദീർഘായുസവും അതുപോലെ അനുഗ്രഹങ്ങളോടുകൂടിയുള്ള ദീർഘായുസ് അവർക്കുള്ളതാണ്. ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു കമാൻഡ്മെന്റ് വിത്ത് എ ബ്ലെസ്സിങ് ആണ്. കൽപ്പന അനുഗ്രഹത്തോടു കൂടിയുള്ള കൽപ്പനയാണ്. കർത്താവ് തന്നെ എടുത്ത് പറയുന്നുണ്ട്, അത് മാതാപിതാക്കളെ മാനിക്കണമെന്നാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസൊബീഡിയൻസ് ടു പേരൻസ്, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് മ്ലേച്ഛമായിട്ടുള്ള പല കാര്യങ്ങളുടെ കൂടെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് റോമർ 1. നിങ്ങൾ നോക്കിയാൽ മതി. പല കാര്യങ്ങളും നിങ്ങളത് അതൊന്ന് വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് അത് ആ ഫുളിഷ്നെസ്സിൽ നിന്നുണ്ടാകും. ദൈവം ഇല്ല എന്നുള്ള ആ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. മൂഢൻ തന്റെ ഹൃദയത്തിൽ അത് പറയുമ്പോഴത്തേക്ക് അവൻ നന്മ ചെയ്യുന്നില്ല, മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവന് ഭയപ്പെടേണ്ട ഒരു കാര്യം ഇല്ലാത്തടത്ത് പോലും അവർക്ക് മഹാഭയം ഉണ്ടാകും. പിന്നെ ആ ആക്ഷൻസും റിയാക്ഷൻസും എല്ലാം അതിനനുസരിച്ചാണ്. അവർക്ക് പേടിക്കേണ്ട കാര്യം പോലും ഇല്ലാത്തടത്ത് പോലും അവർക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, വെറിയും പേടിയെല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഫുളിഷ്നെസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞല്ലോ, വിശ്വാസികൾക്കും ഇത് ബാധകമാണെന്ന് ഞാൻ എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് കൂടി നടക്കുമ്പോൾ 2 ശിഷ്യന്മാര് കൂടെ നടക്കണം. അപ്പൊ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ഇപ്പൊ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, നീ മാത്രമേ ഉള്ളൂ ഇനി അറിയാൻ, ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ, കർത്താവ് മരിച്ചുപോയി. ആ ഒരു വിഷമത്തിലായിരുന്നു നടക്കുന്നത്. കർത്താവ് ഒരു മന്ദബുദ്ധികളെ എന്ന് വിളിച്ചു, ഫൂൾസ് എന്ന് വിളിച്ചു. ഫൂൾസ് ആൻഡ് സ്ലോ ഓഫ് ഹാർട്ട് ടു ബിലീവ് ഓൾ ദാറ്റ് ദ പ്രോഫറ്റ്സ് ഹാവ് സ്പോക്കൺ. അതായത് പ്രവാചകന്മാർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ താമസം വരുന്ന മന്ദബുദ്ധികളെ എന്നാണ് വിളിച്ചത്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതിനുള്ള സന്തോഷത്തിനേക്കാളും, അതാണ് നമ്മൾ വിചാരിക്കുന്ന അവർക്ക് സന്തോഷിക്കേണ്ടതല്ല, അതിനേക്കാൾ കർത്താവ് അവിടെ വില കൊടുത്തെന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. അവർ വിശ്വസിക്കാൻ അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതായിപ്പോയി. അവർ പിന്നീട് കർത്താവ് വചനം പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഹി ഓപ്പൺ ദെയർ അണ്ടർസ്റ്റാൻഡിങ് എന്നുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൂടെയുള്ളപ്പോൾ വിഷമിച്ചിരുന്നവർ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരിൽ നിന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് അവർ സന്തോഷമായിട്ട് തിരിച്ചു പോയത്. നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ, റിഗാർഡ്ലെസ് ഓഫ് ദ സർക്കംസ്, നമ്മുടെ ഭൗതികമായിട്ടുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ, വചനം നമ്മളെ ലോകത്തെ അതിജീവിപ്പിക്കാൻ സഹായിക്കും. വചനത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്ന ലോകത്തെ അതിജീവിക്കുന്ന ശക്തി എന്ന് പറയുന്ന വിശ്വാസമാണ്. വിശ്വാസം വരുന്നത് വചനത്തിന്റെ കേൾവിയാലാണ്. ഇനി ഫൂൾ സേസ് ഇൻ ഹിസ് ഹാർട്ട് there is no God, എപ്പോഴും ഒരു ഇങ്ങനെ ചിന്തിക്കുന്നവർ, വിശ്വാസിയാകാം അവിശ്വാസിയാകാം, ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്തകളിൽ ദൈവത്തെ അവരങ്ങ് മാറ്റുവാണ്. ആ ഇക്വേഷനിൽ ദൈവത്തെ അവർ മാറ്റുവാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് അസുഖം വന്നു, അയാൾ മരിക്കാൻ പോകുന്ന ഡോക്ടർ പറയുമ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ വചനം, കുറച്ച് വിശ്വാസമുണ്ട്, ദൈവത്തിന്റെ അടിപ്പട, കർത്താവിന്റെ അടിപ്പടയാൽ എനിക്ക് സൗഖ്യം വന്നതാകുന്നു എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുവാണെങ്കിൽ അവർ ആ രോഗത്തെ അതിജീവിക്കും. ഫൂളിഷ്നെസ് എന്നുള്ളത് നമ്മൾ ഓർത്തോണം, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയത്തിലേക്ക് നമ്മൾ ഇടുന്ന ഫുഡിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കും, ആരും പറയത്തില്ല. ഇപ്പം ഡോക്ടറിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞില്ല, വളരെ റെയറായിട്ടുള്ള ഡോക്ടേഴ്സേ പറയത്തുള്ളൂ
ദൈവമല്ലേ, ദൈവമാണ് ഹീൽ ചെയ്യും, ദൈവം ഹീൽ ചെയ്യും എന്നുള്ളത് വളരെ കുറച്ച് പേരെ പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ അത് വരുന്നില്ല. അപ്പം അവൻ്റെ ചിന്തയിൽ അത് വരാതിരിക്കുമ്പോഴത്തേക്ക് ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയം ഉണ്ടാകും. ആ ഭയം ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ അസുഖം വരും. അപ്പോൾ ഫുളിഷ്നെസ് എന്ന് പറയുന്നത് അത് മനുഷ്യനെ മലിനമാക്കും. നമ്മൾ ഏപ്രിൽ 1-ാം തീയതി മാത്രം വിവേചനം ഉപയോഗിച്ചാൽ പോരെ, എല്ലാ ദിവസവും നമ്മൾ എല്ലാ കാര്യങ്ങളും, എല്ലാ വചനം എന്ത് പറയുന്നു, വചനം നമ്മൾ പഠിക്കുക, വചനം അത് പറഞ്ഞേക്കുവാണോ ആ രീതിയിൽ അങ്ങോട്ട് പോയി നോക്കിക്കുക. അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നമ്മുടെ സന്തോഷം കളയാൻ വേണ്ടിയിട്ടില്ല വചനം എഴുതി വെച്ചേക്കുന്നത്, നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറം, നമ്മൾ നമ്മുടെ ചിന്തകളുടെ അപ്പുറമായിട്ട് ദൈവം ഏറ്റവും അനുഗ്രഹമായിട്ട് നടത്തിയിരിക്കും. അത് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് നല്ല സന്തോഷമായിട്ട് നടക്കാം. താങ്ക് യു.